ആലപ്പുഴ മാന്നാർ കൊലപാതക കേസിൽ ഒന്നാം പ്രതി അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കി പോലീസ്. ഇന്റർപോളിന്റെ നോഡൽ ഏജൻസിയായ CBIക്ക് കേസ് വിവരങ്ങൾ കൈമാറി. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിച്ചു. കസ്റ്റഡിയിലുള്ള 3 പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തെങ്കിലും പോലീസ് ഇപ്പോഴും ആശയക്കുഴപ്പത്തിൽ തന്നെയാണ്. ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അമ്പലപ്പുഴ മാന്നാർ പോലീസും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും ചേർന്ന 21 അംഗ പ്രത്യേക സംഘത്തെയാണ് അന്വേഷണത്തിന് നിയോഗിച്ചത്. കലയുടെ ഭർത്താവും കേസിലെ ഒന്നാം പ്രതിയുമായ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പോലീസ് വേഗത്തിലാക്കി. സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ശേഖരിച്ച വസ്തുക്കൾ തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചു. കസ്റ്റഡിയിലുള്ള 3 പ്രതികളെയും ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. കൊലപാതകം എങ്ങനെ നടത്തിയെന്ന കാര്യത്തിൽ പ്രതികൾ നൽകുന്ന മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. കൊലപാതകത്തിനു ശേഷം മൃതദേഹം പുഴയിൽ ഉപേക്ഷിക്കാനാണ് ആദ്യം പദ്ധതിയിട്ടതെന്ന് ഒരാൾ മൊഴി നൽകി. സാഹചര്യം അനുകൂലമല്ലാതിരുന്നതിനാൽ തീരുമാനം മാറ്റി. അനിൽകുമാറിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിലാണ് മൃതദേഹം മറവ് ചെയ്തതെന്ന് 2ാം പ്രതി ജിനു ആണ് മൊഴി നൽകിയത്. എന്നാൽ മറ്റു പ്രതികൾ അറിയാതെ 1ാം പ്രതി അനിൽകുമാർ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാറ്റിയോ എന്ന് പോലീസ് സംശയിക്കുന്നു. പ്രതികളുടെ വീടുകളുടെ പരിസരത്ത് പോലീസ് പരിശോധന നടത്തി. മൃതദേഹം എവിടെയാണെന്ന് അറിയാവുന്നയാൾ അനിൽകുമാർ മാത്രമാണ്. ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കള്ളക്കേസ് മെനയുകയാണെന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ ആരോപിക്കുന്നത്. കസ്റ്റഡിയിലുള്ള പ്രതികളുടെ ജാമ്യ അപേക്ഷ 8ാം തീയതി ചെങ്ങന്നൂർ കോടതി പരിഗണിക്കും. 24 ആലപ്പുഴ.